ലോകോതെറാപ്പിയിൽ വിക്ടർ ഫ്രാങ്ക്ലിൻ പറയുന്ന ഇങ്ങനെയാണ്: ഋതുക്കൾ കണക്കാണ് ജീവിതമെന്ന് ധരിച്ച നന്നായി. ചിലപ്പോൾ വേനൽ, ചിലപ്പോൾ മഴ, ചിലപ്പോൾ എല്ലാം മയങ്ങി കിടക്കുന്ന ശൈത്യകാലം, ചിലപ്പോൾ മനസ്സും ശരീരവും ഒക്കെ ഒരേപോലെ പോവിടുന്ന വസന്തം. അതിനകത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഒരു പ്രൊഫസറുടെ അനുഭവം അയാൾ രേഖപ്പെടുത്തുന്നുണ്ട്. അനാട്ടമി പ്രൊഫസറാണ്. അയാൾക്ക് വയ്യ ഈ കുടിസുമുറിയിലൂടെ കടന്നു പോകുന്ന അപമാനം, അരക്ഷിതാവസ്ഥ. പുറത്തേക്ക് വരുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. കുറ്റവരെവിടെയാണെന്ന് ഒരു ധാരണയുമില്ല. അതിനേക്കാൾ ഭേദം സ്വയം കടന്നു പോകുന്നത് തന്നെ നല്ലതെന്ന് അയാൾ കരുതി. അനാട്ടമി പ്രൊഫസർക്ക് അറിയാം ഏത് ഞരമ്പാണ് മുറിക്കേണ്ടതെന്ന്. പക്ഷെ മുറിയിൽ വെട്ടം പോരാ. അതുകൊണ്ട് അയാളൊരു സ്റ്റൂള് വലിച്ചടുപ്പിച്ചു. മുകളിൽ എവിടെ ഒരു കിളിവാതിലുണ്ട്. പതുക്കെ അതിൽ നിന്ന് ഈ കിളിവാതിൽ തുറക്കാനുള്ള ശ്രമത്തിലാണ്. കിളിവാതിൽ തുറന്നു. പുറത്തേക്കൊന്ന് പാളി നോക്കിയ അയാൾ അവസാനത്തെ നോട്ടമെന്ന് കരുതാവുന്ന ഒന്ന്. എന്നാൽ അയാൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പുറത്ത് വസന്തത്തിന്റെ ആരംഭമായിരുന്നു. നിറയെ പൂക്കളാണ്. ഭൂമി കാണാൻ പാടില്ലാത്ത വിധത്തിൽ നിറയെ പൂക്കള്. അയാൾ ഓർത്തു, ഇന്നലെ വരെ മഞ്ഞായിരുന്നു. ഈ മഞ്ഞിന് മീതെ ഒരു ഇലനാമ്പ് പോലുമില്ല. ഇപ്പോഴാവട്ടെ ഭൂമി മുഴുവൻ ഇങ്ങനെ പൂവിട്ട്. അപ്പോൾ അയാൾക്ക് തോന്നി, ഈ പ്രകൃതിക്കെന്നത് കണക്ക് എനിക്കുമുണ്ട് ഋതുഭേദങ്ങള്. ഇന്ന് ശിശിരോ. ഇപ്പൊ എന്റെ ഉള്ളില് ജീവനുമായി ബന്ധപ്പെട്ട് ജീവനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഒരു പുൽനാമ്പ് പോലുമില്ല. കാത്തിരിക്കാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ നാളെ നിശ്ചയമായിട്ടും വസന്തമുണ്ടാകും. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: അയാൾ വന്ന് പെട്ടുപോയ ആ ക്യാമ്പിൽ അതിജീവിച്ച വളരെ കുറച്ച് മനുഷ്യരുണ്ടായിരുന്നുള്ളൂ. കുറെ അധികം പേർക്ക് ശാന്ത പിടിച്ചു, കുറെ അധികം പേര് കൊല ചെയ്യപ്പെട്ടു, കുറെ അധികം പേര് രോഗാതുരരായി മരിച്ചുപോയി. പുറത്തേക്ക് മനസ്സിന്റെയും ശരീരത്തിന്റെയും പൂർണ്ണ ആരോഗ്യത്തോടെ വന്ന മനുഷ്യരിൽ ഏതാനും ചുരുക്കം ചില മനുഷ്യരിൽ ഒരാൾ ഈ അനാട്ടമി പ്രൊഫസറായിരുന്നു. കാരണം അയാൾക്കറിയാം ഋതുക്കള് മാറിയേ പറ്റും. ഇന്ന് ശിശിരമായിരിക്കാം, നാളെ വസന്തമുണ്ട്.